നമസ്കാരം സാറേ. ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡക്റ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ചായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ മെഷീന്. ഈ മെഷീൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു പ്ലീനം ബോക്സ് വരും. ഇങ്ങനൊരു ബോക്സ് വരും. ഈ ബോക്സ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് പോലെയാണ്. അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫായിട്ടും പ്ലീനം ബോക്സ് നോർമലി സൗണ്ട് പ്രൂഫും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അവിടെ നിന്ന് ഒരു 45 ഡിഗ്രിയുടെ ഒരു എൽബോ വരും, പിന്നെ ഒരു സ്ട്രെയിറ്റ് ഡക്ട്, പിന്നെ ഒരു എൽബോ. ഇത് പഴയ ഈ ഡാർക്ക് ഷെയ്ഡ് ഇരിക്കുന്നത് പഴയ ഡക്റ്റാണ്. ഈ പഴയ ഡക്ട് ഞാൻ ഇന്നലെ ഈ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു 8:30 മണി വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ അകം മുഴുവനും നോക്കി, അതിൻ്റെ പഴയ ഡക്റ്റ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് നോക്കി. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഈ മെഷീനിൽ ഇരുന്ന് പോകുന്ന ഡക്റ്റിന് ഇത്രയേ ഉള്ളൂ നീളം. ഏകദേശം ഒരു 15 അടി അല്ലെങ്കിൽ ഒരു 10 മീറ്റർ 12 മീറ്ററിന് മേളിൽ നീളമില്ല. എന്നിട്ട് അതിനകത്ത് 2 മൗത്താണ് വരുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴയ ഡക്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റെഡ്യൂസർ എന്നും പറഞ്ഞ് അതിൻ്റെ മൗത്തിൻ്റെ ആ വലുപ്പത്തിരുന്ന് ഈ ഡക്റ്റിൻ്റെ ഇതിലോട്ട് റെഡ്യൂസർ എന്നും പറഞ്ഞ് ഇങ്ങനൊരു ഇത് റെഡ്യൂസർ പീസ് വരും. അവിടെ നിന്ന് ഒരു 45 ഡിഗ്രി എൽബോ വരും, ഒരു സ്ട്രെയിറ്റ് വരും, എൽബോ വരും, പിന്നെ ഒരു പ്ലീനം വരും. പിന്നെ ഈ മെഷീനും ഇതും തമ്മിൽ നമ്മുടെ ഫ്ലെക്സിബിൾ കണക്ടർ ഉണ്ട്. ആ കണക്ടർ വെച്ച് കണക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരിക. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യുമ്പം ചെറിയ ചെറിയ ഓൾട്രേഷൻസ്, അതിന് ഒരു ടോപ്പപ്പ് കാണും. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം മെഷീൻ അവിടെ നിന്ന് ചെയ്തു തരും. ഇതിനെല്ലാം ഈ അകത്ത് ഈ പറഞ്ഞ അക്വസ്റ്റിക് എന്ന് പറഞ്ഞ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളത് ഒട്ടിക്കും. ഇതിൻ്റെ മേളിൽ നൈട്രലിൻ്റെ ഇത് അലുമിനിയം ഇതുണ്ട്, അത് ഒട്ടിക്കും. ഇപ്പോഴത്തെ പഴയ ഡക്റ്റിൻ്റെ പൊസിഷൻ എന്നാന്ന് പറഞ്ഞാൽ, പഴയ ഡക്റ്റ് അവരെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ GI ഷീറ്റ് ഇട്ടിട്ടുണ്ട്. GI ഷീറ്റിനകത്ത് ഗ്ലാസ്സുകള് നമ്മൾ പണ്ടത്തെ രീതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സുകൾ വെച്ചിട്ട് ഗ്ലാസ്സുകൾ ഒരു നെറ്റ് പോലത്തെ സാധനം നെറ്റിനകത്ത് പൊതിഞ്ഞിട്ട് ആ നെറ്റോടെ ഉൾപ്പെടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഈ പഴയ ഡക്റ്റിൻ്റെ താഴെ മുഴുവനും ഗ്ലാസ്സുകൾ വെച്ചിരിക്കുക. അങ്ങ് വരെ ഗ്ലാസ്സുകൾ വെച്ചിരിക്കുക, സ്വെറ്റിങ് താഴോട്ട് വരാതിരിക്കാൻ. അപ്പം ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഭാവിയിൽ മാറ്റണം, കാരണം അതൊക്കെ വളരെ ഈ ഓൾഡ് ആയിട്ടുള്ള സ്റ്റൈലാണ്. ഞാൻ എന്നാ പറയാൻ ഉദ്ദേശിച്ചത് സാറേ, നേരത്തെ നമ്മൾ ഈ മെഷീന് സ്ട്രെയിറ്റ് വെക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. ഈ മെഷീന് ശരിക്കും 170 സെന്റിമീറ്റർ ആണ് കാറ്റലോഗിൽ കാണിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പം 174 സെന്റിമീറ്റർ ഉണ്ട്. നമുക്ക് ഈ അവൈലബിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ മൂല മുതൽ ഈ മൂല വരെ 178 ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 170 എന്ന് പറയുമ്പോൾ 8 സെന്റിമീറ്ററിന്റെ മാർജിൻ ഉണ്ട്. അത് ധാരാളമാണ് നമുക്ക് ബ്രേസ് ചെയ്യാനും ഡ്രെയിനേജിന്റെ പൈപ്പ് എല്ലാം എടുക്കാനും. പക്ഷേ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെഷീൻ പ്രാക്ടിക്കലായിട്ട് വന്നപ്പോൾ 170 ചെയ്സ് തന്നെ ഉണ്ട്. പിന്നെ സൈഡിൽ വരുന്ന PCB, അതുപോലെ തന്നെ അതിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ആ പൈപ്പും ഇതെല്ലാം വരുമ്പോൾ വീണ്ടും ഒരു 5 സെന്റിമീറ്റർ പ്രൊജക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒട്ടും മെഷീൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ പഴയ പൊസിഷൻ തന്നെ നിർത്താൻ നിർവാഹമില്ലാതായി. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ഡക്ട് ഇതിനകത്ത് ഏറ്റവും ഒരു ഇത് എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം വെക്കുന്ന രീതിയിൽ ആണ് ശരിക്കും മെഷീൻ വെക്കേണ്ടിയിരുന്നത്. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, ഈ പ്ലീനം ബോക്സിനകത്ത് ഇരുന്ന് ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂഷൻ പോവും, അതേപോലെ തന്നെ ഈ ലെഫ്റ്റിലോട്ടും ഡിസ്ട്രിബ്യൂഷൻ പോവും. അതായത് ഈ ശരിക്കും മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഡക്ട് ഇപ്പൊ ശരിക്കും സൈറ്റിലില്ല. ഭാവിയിൽ നമ്മൾ പിന്നീടൊരു ഓൾട്രേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഡക്ട് തന്നെ ഈ ലെഫ്റ്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് നമ്മൾ ഈ സ്കെച്ചിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഈ റെഡിമെയ്ഡ് പീസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ബഡ്ജറ്റിനെക്കാട്ടിലും ഒരു 10,000 റുപ്പീസ് അഡീഷണൽ വരും. അതും കൂടെ പറയാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പം ഇത് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എക്സ്റ്റൻഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. ഈ മെഷീൻ ആ ഫ്ലോറ്, അതായത് മേള് മുതൽ അങ്ങ് വരെ നമ്മുടെ, അതായത് ടോയ്ലറ്റിന്റെ മുമ്പ് വരെ, സ്ക്രീനിന്റെ മുമ്പ് വരെ ഈ മെഷീന് കപ്പാസിറ്റി ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം സാറേ. അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ ഡക്റ്റുകൾ റെഡിമെയ്ഡ് ആയിട്ടാണ് ചെയ്തു വരുന്നത്. അത് നാളെ സാർ ഓക്കെ എന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ ഓർഡർ കൊടുത്താൽ നാളെ ഉച്ചയാകുമ്പോഴേ അത് പ്രൊഡക്ഷൻ തീരത്തുള്ളൂ. നാളെ വൈകുന്നേരത്തേക്ക് അവർ ഇൻസ്റ്റോളേഷൻ്റെ ആൾക്കാർ എത്തത്തുള്ളൂ.
അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം ലാഗിങ്ങിന്റെ കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ മേളിൽ ഇരുന്നൊരു സപ്ലൈയും കൂടെ ഉണ്ട്. ഈ മെഷീനിൽ ഇരുന്നുള്ള സപ്ലൈ അല്ലാതെ നമുക്ക് ഇതിന്റെ മേളിലൊരു ഡക്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഈ റോയിലോട്ട് സപ്ലൈ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ കൂളിങ് അവിടെ കിട്ടുന്നുണ്ട്. അത് ഈ മെഷീനിലൂടെ അല്ല, മേളിൽ നിന്ന് വേറൊരു മെഷീന്റെ സപ്ലൈ അവിടെ വരുന്നുണ്ട്. അത് കാരണം അകത്ത് ഷോ ഇതിനു വേണ്ടി അല്ലെങ്കിൽ അകത്തിരിക്കുന്ന അത് ഇതിനു വേണ്ടി തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ഇന്നലെ ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഈ ഡക്റ്റിങ്ങിന്റെ മെഷർമെന്റും കാര്യങ്ങളും എടുക്കാനും അതേ രീതിയിൽ അവിടെ വേറെ കൂളിങ്ങിന്റെ കാര്യങ്ങളും നോക്കാൻ വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്തത്. ഓക്കെ സാറേ, താങ്ക് യു.